ചാരുന്നെൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. സുഭാഷിതം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 71-ാം വാക്യം. അവർ ഇനി സാക്ഷ്യം കൊണ്ട് നമുക്ക് എന്താവശ്യം, നാം തന്നെ അവന്റെ വാമൊഴി കേട്ടുവല്ലോ എന്ന് പറഞ്ഞു. ആൻഡ് they said, what further testimony do we need? For we have heard it ourselves from his own mouth. ന്യായാധിപ സംഘം യേശുവിനെ വിസ്തരിക്കുന്ന ഭാഗമാണ് ഈ അധ്യായത്തിന്റെ 66 മുതൽ 71 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. 66-ാം വാക്യം വായിക്കുന്നത്, നേരം വെളുത്തപ്പോൾ ജനത്തിന്റെ മൂപ്പന്മാരായ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും വന്നുകൂടി അവനെ ന്യായാധിപ സംഘത്തിൽ വരുത്തി, നീ ക്രിസ്തുവെങ്കിൽ ഞങ്ങളോട് പറക എന്ന് പറഞ്ഞു. ഇരുട്ടാകുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തു. 54-ാം വാക്യത്തിൽ അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി എന്നെഴുതിയിരിക്കുന്നു. പുലർച്ചെ വരെ കാവലിൽ നിർത്തി. യേശുവിനെ പിടിച്ചവർ അവനെ പരിഹസിച്ച് കണ്ണുകെട്ടി തല്ലി. പ്രവചിക്ക, നിന്നെ അടിച്ചവൻ ആരെന്ന് ചോദിച്ച് മറ്റു പലതും അവനെ ദുഷിച്ചു പറഞ്ഞു. അതിനുശേഷം ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നേരം വെളുത്തപ്പോൾ കൊണ്ടുവന്നു. യഹൂദ നിയമം അനുസരിച്ച് എല്ലാ ക്രിമിനൽ വിചാരണകളും പകൽ വെളിച്ചത്തിൽ ആരംഭിക്കുകയും അവസാനിക്കുകയും വേണം. അതുപോലെ നിയമമനുസരിച്ച് ഔദ്യോഗിക യോഗസ്ഥലത്തെടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ സാധുതയുള്ളൂ. ആദ്യത്തെ വിചാരണ മഹാപുരോഹിതന്റെ വീട്ടിലായിരുന്നുവല്ലോ. നിയമമനുസരിച്ച് എല്ലാ തെളിവുകളും 2 സാക്ഷികൾ ഉറപ്പു നൽകണം. ആവർത്തന പുസ്തകം 19:15 പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ ചെയ്യുന്ന യാതൊരു അകൃത്യത്തിനോ പാപത്തിനോ അവന്റെ നേരെ ഏകസാക്ഷി നിൽക്കരുത്. 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ കാര്യം ഉറപ്പാക്കണം. തന്നെയുമല്ല, നിയമമനുസരിച്ച് കള്ളസാക്ഷ്യം പറയുന്നയാൾക്ക് വധശിക്ഷ ലഭിക്കുമായിരുന്നു. യേശുവിന്റെ വിചാരണയിൽ നിരവധി കള്ളസാക്ഷികൾ എഴുന്നേറ്റെങ്കിലും അവരുടെ മേൽ യാതൊരു നടപടിയും എടുത്തില്ല. താൻ ദൈവമാണെന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദൈവദൂഷണമാണ് പറയുന്നതെന്നും അതിന് മരണശിക്ഷയാണ് നൽകേണ്ടതെന്നുമുള്ള യഹൂദ നിയമപ്രകാരം യേശുവിനെ വധിക്കുവാൻ അവർ ആഗ്രഹിച്ച് തെളിവ് അന്വേഷിക്കുകയായിരുന്നു. വിചാരണയിൽ അവരുടെ ചോദ്യം, നീ ക്രിസ്തുവെങ്കിൽ ഞങ്ങളോട് പറക എന്നാകുന്നു. യേശു മശിഹയാണെന്ന് അവകാശപ്പെട്ടോ എന്ന് അവർ യേശുവിൽ നിന്ന് തന്നെ കേൾക്കുവാൻ ആഗ്രഹിച്ചു. യേശു അവരോട് പറഞ്ഞ മറുപടി, ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുകയുമില്ല. എന്നാൽ ഇന്നു മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുഭാഗത്ത് ഇരിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ യേശുവിനെ വിധിക്കാനിരുന്നാലും ഒരു ദിവസം യേശു അവരെ ന്യായം വിധിക്കാൻ ഇരിക്കുമെന്ന് അവർക്കൊരു മുന്നറിയിപ്പ് നൽകി. നീ ദൈവപുത്രൻ തന്നെയോ എന്ന് എല്ലാവരും ചോദിക്കയിൽ കർത്താവിന്റെ മറുപടി, നിങ്ങൾ പറയുന്നത് ശരി, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ദൈവപുത്രനായവന് മറ്റെന്ത് പറയാനൊക്കും? അവർ ആഗ്രഹിച്ച തെളിവ് അവർക്ക് ലഭിച്ചു. ഇനി അവർക്ക് സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിയമവിരുദ്ധമായ നടപടിയിലേക്ക് നീങ്ങുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പൗലോസ് എഴുതിയിരിക്കുന്നത്, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരുവാൻ ദൈവം കരുണ കാണിച്ചു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യേശുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കാം, നിത്യജീവനിലേക്ക് കടക്കാം. God bless you all with these words. ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ, നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ. ശുദ്ധാത്മ